എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അടിപൊളി ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒന്നാണ് എഗ് ബിരിയാണി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം ക്രിസ്മസിനൊക്കെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒപ്പം നമ്മൾ ഇതിന് മുന്നേ ചിക്കൻ ബിരിയാണിയുടെയും ഫിഷ് ബിരിയാണിയുടെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പം അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 1.5 കപ്പ് ബാസ്മതി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു. അതിനുശേഷം അതിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല വേണം. 2 കഷ്ണം പട്ട, 1/2 ടീസ്പൂണോളം ഷാജീര, ഒരു 3 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ്, 3 ഏലക്ക, ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. ആ നെയ്യൊന്ന് ഉരുക്കി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മസാലക്കൂട്ടുകളുണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ഷാജീര, ഇത്രയും അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന അരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആ അരി പൊട്ടിപ്പോകരുത്, അതിലെ ആ വെള്ളമയം മാറാൻ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അരിയിലെ വെള്ളമയമൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2.25 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് അരിക്ക് ഞാനിവിടെ 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് ഈ അരി അങ്ങ് മുഴുവനായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 വേവൊക്കെ ആയാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്തെടുക്കുമ്പം വെന്ത് കിട്ടിക്കോളും. അപ്പം അതുകൊണ്ടാണ് ഞാൻ 2.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത്. അപ്പം നമ്മുടെ അരിയൊക്കെ ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി, എന്നാൽ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു പരുവമാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് തന്നെ കൊടുക്കാം. അപ്പോൾ ആ ചൂടിലിരുന്ന് കുറച്ചുകൂടി ഒന്ന് വെന്ത് വന്നോളൂ. എന്നാൽ കുഴഞ്ഞു പോകത്തൊന്നുമില്ല. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ ഇത് ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകത്തില്ല. പിന്നെ അരി ഇങ്ങനെ തന്നെ വേവിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ സാധാരണ ബിരിയാണിക്ക് എങ്ങനെയാണോ വേവിക്കുന്നത് ആ രീതിയിൽ വേവിച്ചെടുത്താലും മതി. ഇനി ഈ ബിരിയാണിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 10 കാഷ്യൂനട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി നമ്മുടെ ബിരിയാണിയുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചിയും 5-6 വലിയ അല്ലി വെളുത്തുള്ളിയും ഒപ്പം 3 പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇടികല്ലിലോ ഒക്കെ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് പേസ്റ്റാക്കി എടുക്കണമെന്നില്ല. ഇനി നമ്മൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ബിരിയാണിയുടെ ഗ്രേവിയിലേക്ക് കുറച്ച് സവോള ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കൊടുക്കും കേട്ടോ. ഞാനിവിടെ 3 സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1/3 ഭാഗം, അതായത് 2 സവോള വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ഒരു സവോള നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എണ്ണ ചൂടായിട്ട് വരുമ്പം നമുക്ക് ഇതിൽ നിന്ന് 2 സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2 ബാച്ചായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക്. കൂടുതലും മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സവോളയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഈ ബാക്കി വന്ന എണ്ണയിലേക്ക് ഉടനെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 5 മുട്ട നേരത്തെ പുഴുങ്ങി ചെറുതായിട്ടൊന്ന് വരഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ട ഇതിലേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആ പാനിൻ്റെ ചൂടും കൊണ്ട് അതങ്ങ് ഫ്രൈ ആയി കിട്ടിക്കോളും. എന്നാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും കൂടുതൽ മൂത്ത് പോകത്തുമില്ല. ഇനി നമുക്ക് ഈ മുട്ട വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പം നമ്മൾ വറുത്തതിൻ്റെ ബാക്കി സവോള ഉണ്ടല്ലോ അതിട്ട്
ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ആ സവാളയൊക്കെ വഴന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ കുത്തലും ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് എരിവ് വേണമെങ്കിൽ ഇത് പകുതിക്ക്, അതായത് പകുതി കാശ്മീരി മുളക് പൊടിയും പകുതി എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താലും മതി. ഇതൊരു മീഡിയം സ്പൈസി ലെവലിൽ നിൽക്കുന്നതാണ്. അപ്പം നല്ലപോലെ എരിവ് വേണ്ടവർ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ പൊടികളുടെ പച്ചക്കുത്തുമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് ഉടഞ്ഞു വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വെന്തുടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോഴത്തേക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരികയും ചെയ്യും. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര്, നല്ല കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചിരുന്നല്ലോ, അത് അരച്ചിട്ട് ആ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പുതിനയില അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, ഇത്രയും മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയായിരുന്നു. അത് ചേർത്ത സമയത്ത് ക്യാമറ ഓഫായിപ്പോയി, അതുകൊണ്ട് അത് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ മറക്കാതെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയുടെ ഒരു 1/4 ഭാഗം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ദം ചെയ്യുന്ന സമയത്ത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള സവോള മുഴുവൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ കശുവണ്ടി അരച്ച പേസ്റ്റിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. മുട്ട ഇനി വേകാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പം മുട്ടയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരു 4 മിനിറ്റോളം ഞാൻ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തുറന്ന് വെച്ച് 1 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്ത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ അരിയും ഗ്രേവിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് സെറ്റ് ചെയ്ത് ദം ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ ദം ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ കുറച്ച് ചുവട് കട്ടിയുള്ള കുഴിവുള്ളൊരു പാത്രത്തിലേക്ക് ഒരല്പം നെയ്മായം പുരട്ടി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രേവിയിൽ നിന്ന് കുറച്ചൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ലെയർ ചോറിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സവാള വറുത്തതും മല്ലിയിലയും ഒക്കെ വിതറിയിട്ട് ഒരല്പം നെയ്യും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട കുറച്ച് ഗ്രേവിയോടൊപ്പം ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും ഒരു ലെയർ ചോറും മല്ലിയിലയും സവോളയും ഒരല്പം നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. ഇനി ചൂടായ ഒരു തവയുടെ മേലയിലേക്ക് ഈ പാത്രം വെച്ച് കൊടുത്ത് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് നമ്മൾ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ദം ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് നല്ലപോലെ ആവിയൊക്കെ കയറി ആ ചോറൊക്കെ ബാക്കി വേകാനുള്ളതുമൊക്കെ വെന്ത് കിട്ടിക്കോളും. അപ്പം 30 മിനിറ്റിന് ശേഷം ഞാൻ ആ അലുമിനിയം ഫോയിലൊക്കെ മാറ്റി നോക്കിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ ആവിയും കയറിയിട്ടുണ്ട്. എന്നാൽ ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടുമില്ല. ആ അരിയൊക്കെ നല്ല വിട്ട് വിട്ട് കിട്ടുന്ന പരുവാണ്. ഒപ്പം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ക്രിസ്മസിന് എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നവരുമൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐകാർഡായിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതും എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യുക. നമുക്ക് വീണ്ടും വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.